IIT JAM 2026 ഇലക്ട്രോണിക്സിലെ ഒരു ക്വസ്റ്റൻ ആണ്. ജനറൽ ഡയോഡായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇതാണ്: ഒരു ജനറൽ ഡയോഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ജനറൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ടും ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് പറയുന്നത് 60 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഏതൊക്കെ ഇൻപുട്ട് വോൾട്ടേജിന് ആയിരിക്കും ജനറൽ ഓൺ ആയിരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു MSQ ക്വസ്റ്റൻ ആണ്. മൾട്ടിപ്പിൾ ആൻസേഴ്സ് പോസിബിൾ ആണ്. എപ്പോഴാണ് ജനറൽ ഓൺ ആയിരിക്കുക? ജനറൽ ഓൺ ആവണമെങ്കിൽ IZ എന്ന് പറയുന്ന ജനറൽ കറണ്ട് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി ജനർ ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ ജനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 വോൾട്ട് ആയിരിക്കും. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 20 വോൾട്ട് ആയിരിക്കും വെൻ ജനർ ഈസ് ഓൺ. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 20 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് IZ എപ്പോഴാണോ 0യിലും മുകളിൽ വരുന്ന ഒരു വാല്യൂ കിട്ടുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു V ഇൻപുട്ട് ഉണ്ടാകുന്ന സമയത്ത് ടോട്ടൽ കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഈ ടോട്ടൽ കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ഒരു ഭാഗം ജനറൽ കറണ്ടായിട്ട് IZ ആയിട്ടും പോവും, ഒരു ഭാഗം എന്താവും? I ലോഡ് ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യും. IL നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആണ്. നമുക്ക് ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. 20 വോൾട്ട് ആയിരിക്കും വെൻ ജനർ ഈസ് ഓൺ, ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 1.2 കിലോ ഓം ആണ്. ഇത് നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടാം 16.67 മില്ലി ആംപിയർ. ഓക്കെ, IZ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കറണ്ട് മൈനസ് IL ചെയ്താൽ IZ കിട്ടും. ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ട് ആ റെസിസ്റ്ററിന് അക്രോസ് ഒരു IR ഡ്രോപ്പ് ഉണ്ടാക്കും അല്ലേ. പിന്നെയുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ 20 വോൾട്ട് ആണ്, ജനറിന് അക്രോസ് ആയിട്ടുള്ള 20 വോൾട്ട്. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് വോൾട്ടേജ് I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു R പ്ലസ് 20 ആയിരിക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എന്തായിരിക്കും? VI മൈനസ് 20 ഡിവൈഡഡ് ബൈ R അല്ലേ. R എന്ന് പറഞ്ഞാൽ 220 ഓം. ഇതായിരിക്കും ടോട്ടൽ കറണ്ട്. ഇനി IZ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടൽ കറണ്ട് മൈനസ് IL അല്ലേ. അപ്പോൾ VI മൈനസ് 20 ഡിവൈഡഡ് ബൈ 220 മൈനസ് 16.67. ഇതായിരിക്കും ജനറൽ കറണ്ട് മില്ലി ആംപിയർ. ഈ ജനറൽ കറണ്ട് എന്താവരുത്? 0 ആവരുത്, ഒരു നോൺ സീറോ വാല്യൂ ആവണം, അപ്പോഴാണ് ജനറൽ ഓൺ ആവുക. അങ്ങനെയാണെങ്കിൽ IZ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയാൽ മതി. അതായത് VI മൈനസ് 20 ഡിവൈഡഡ് ബൈ 220 മൈനസ് 16.67 മില്ലി ആംപിയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് VI മൈനസ് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16.67 ഇൻറ്റു 220. ഇത് നമുക്ക് ചെയ്താൽ VI മൈനസ് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.67 കിട്ടും. 3.67. അതായത് VI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23.67. മിനിമം ഇൻപുട്ട് വോൾട്ടേജ് 23.67 ഉണ്ടാകുമ്പോഴാണ് ജനർ ഓൺ സ്റ്റേറ്റിലെത്തുക. അതായത് നമുക്ക് 20 എന്നുള്ള ഓപ്ഷൻ ഇവിടെ റൂൾ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതല്ല, ബാക്കി ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നാവും. ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് മാക്സിമം ജനർ കറണ്ട് 60 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ജനർ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു IZM ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ജനർ കറണ്ട് അറിയാലോ, VI മൈനസ് 20 ഡിവൈഡഡ് ബൈ 220 മൈനസ് 16.67 എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 മില്ലി ആംപിയർ ആയിരിക്കും. അതായത് VI മൈനസ് 20 ഡിവൈഡഡ് ബൈ 220 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76.67 മില്ലി ആംപിയർ ആയിരിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ VI മൈനസ് 20 എന്നുള്ളത് VI മൈനസ് 20 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76.67 ഇൻറ്റു 220. ഓക്കെ, അങ്ങനെയാണെങ്കിൽ VI എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76.67 ഇൻറ്റു 220 പ്ലസ് 20. അപ്പോൾ ഇത് ചെയ്താൽ എനിക്ക് ഒന്ന് അപ്രോക്സിമേറ്റ്ലി 36 വോൾട്ട് എന്താണ് കിട്ടുക. അപ്പോൾ മാക്സിമം ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് 36 വോൾട്ട് വരെ മാത്രമേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻ 3യും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. സോ ഓപ്ഷൻ 2 ആൻഡ് 4 ഇതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. താങ്ക് യു.